5 ഇഞ്ചും നീളമെന്ന് പറയുന്നത് ഒരു 6.5 ഇഞ്ചും. അതായത് വീതി എന്ന് പറയുന്നത് 5 ഇഞ്ചും നീളമെന്ന് പറയുന്നത് 6.5 ഇഞ്ചുമാണ് നമുക്ക് ഈ ക്ലിപ്പ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്ന ക്ലോത്ത്. മനസ്സിലായല്ലോ കൂട്ടുകാർക്ക്? ഇനി ഈ ക്ലോത്തിനെ നമ്മൾ മറുഭാഗം, ഇതിൻ്റെ നല്ല വശത്തോട്ടല്ല, ഇതിൻ്റെ മറുഭാഗം എടുത്തിട്ട് ഇത് സെൻറ്റർ കണ്ട് മടക്കണം. ഇങ്ങനെ സെൻറ്റർ കണ്ട് മടക്കണം. അപ്പം നമുക്കിവിടെ സെൻറ്ററിലൊരു വര കിട്ടും. ഇങ്ങനെ സെൻറ്റർ കണ്ട് മടക്കുക. അപ്പോൾ സെൻറ്ററിൽ ഈ വര കിട്ടിയല്ലോ. ഇനി ഈ വരയിലേക്ക് നമ്മൾ ഈ മടക്കിയതിനെ വീണ്ടും പകുതി വെച്ച് മടക്കണം. അപ്പോൾ ഈ ഒരു വശം കാണുന്നുണ്ടല്ലോ, ഈ ഒരു വശം ഇതിനെ ഓവർലാപ്പ് ചെയ്ത് വേണം നിൽക്കാനായിട്ട്. കണ്ടല്ലോ, ഇങ്ങനെയാണ് ഈ തുണി മടക്കുന്നത്. ഇങ്ങനെ അപ്പോൾ നമ്മൾ ഓവർലാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പോർഷനെ നമുക്ക് ഇങ്ങനെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി, വിട്ടുപോകരുതല്ലോ, പഞ്ഞിയൊക്കെ നിറയ്ക്കാനുള്ളതാണേ. അപ്പം നമുക്ക് ഈ ഒരു വശം വിട്ടുപോകാതിരിക്കാൻ വേണ്ടി നമുക്കിതുപോലൊരു പിന്നെ ഇങ്ങോട്ട് കുത്തി വെച്ച് കൊടുക്കാം. കണ്ടല്ലോ, പിന്നെ കുത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗവും ഒരു 1/4 ഇഞ്ച് മാറ്റി തയ്ച്ചിട്ട് വരാം. പിന്നെ ഈ 2 വശവും ഞാൻ നന്നായിട്ട് ഇത് അടിച്ചെടുത്തിരിക്കുകയാണ്, 2 വശം. ഇനി നമുക്ക് ഈ പിന്ന് ഊരിക്കളഞ്ഞിട്ട്, ഈ പിന്ന് ഇവിടെ കുത്തി വെച്ചിരിക്കുന്ന പിന്ന് ഊരിക്കളഞ്ഞിട്ട് ഇതിനെ നേരെ മറിച്ചെടുക്കണം. ഇതിൻ്റെ കോണൊക്കെ നല്ല ക്ലിയർ ആക്കി എടുത്തിട്ട് നന്നായിട്ട് ഇത് മറിച്ചെടുക്കണം. ഇത് മറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇതിനെ ഇനി മറിച്ചെടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അയൺ ചെയ്തെടുക്കണമേ. എന്നാലും ഇച്ചിരി നല്ല വൃത്തിക്കിരിക്കത്തുള്ളൂ. അയൺ ചെയ്തെടുക്കണം. ഇത് മൂലയൊക്കെ ശരിയാക്കാൻ വേണ്ടി നമുക്കൊരു കത്രികയുടെ കോണ് വെച്ചിട്ട് ഇതിൻ്റെ മൂലയൊക്കെ നന്നായിട്ടൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. കാരണം ഫിനിഷിങ് പോയിന്റിലേക്ക് വരാൻ വേണ്ടിയാണ്. കണ്ട, ഇപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ അയൺ ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ ഇവിടെ ഒരു 1.5 ഇഞ്ച്, ഇവിടെ ഒരു 1.5 ഇഞ്ച്, 1.5 മാർക്ക് ചെയ്യാം. 1.5 മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ 1.5 മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ മാർക്ക് ചെയ്ത 2 ഭാഗവും അടിച്ചെടുക്കണം. അപ്പോൾ ആ മാർക്ക് ചെയ്ത 2 ഭാഗവും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മളിപ്പോൾ തയ്ച്ചില്ലോ, 1.5 ഇഞ്ച് മാറ്റി 2 സൈഡ് തയ്ച്ചില്ലോ, അവിടെ നമുക്ക് സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഇതങ്ങ് നല്ല വൃത്തിക്ക് അങ്ങ് തയ്ച്ചെടുക്കാം. അപ്പോൾ തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ 1.5 ഇഞ്ച് മാറ്റി തയ്ച്ച അതേ തയ്യലിൽ കൂടെ ഈ സൂചി തയ്ച്ചു വിടുക കേട്ടോ. അതുപോലെ ചുരുക്കിട്ട് നമ്മൾ ഉടുപ്പിനൊക്കെ ഫ്രോക്കിനൊക്കെ ചുരുക്കിടാൻ തയ്ക്കുന്ന പോലെ അങ്ങ് ചുരുക്കിട്ട് കൊടുക്കുക നന്നായിട്ട്. മിഠായിയുടെ കവറൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, ചുരുങ്ങിയല്ലേ ഇരിക്കുന്നേ. അപ്പോൾ അതേമാതിരി ഇതൊന്ന് ചുരുക്കിട്ട് തയ്ച്ചു കൊടുക്കണം. എളുപ്പമാണ് ഈ ക്ലിപ്പ് തയ്ക്കാൻ. കാണാൻ കാലയിൽ കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയുമാണ്. ശ്രമിച്ചു നോക്കുക കൂട്ടുകാരെ. കൂട്ടത്തിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കില്ല കേട്ടോ.
അപ്പോൾ നമുക്കിതിങ്ങനെ ഒന്ന് ചുറ്റി കെട്ടിക്കൊടുക്കാം. കെട്ടിട്ട് കൊടുക്കണം. 2 വശം നമ്മൾ കെട്ടിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ക്ലിയർ ആവത്തില്ല. അതുപോലെ തന്നെ ഈ സൈഡും. അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഇത് കെട്ടിട്ട് കഴിഞ്ഞു. മറു സൈഡും നമ്മൾ അതുപോലെ തന്നെ ഇങ്ങേ സൈഡും ഇത് സൂചി കൊണ്ട് തയ്ച്ചു കൊടുക്കണം. ഇങ്ങനെ 2 ചുറ്റിയിട്ട് വേണം നമുക്ക് ഇത് കെട്ടിട്ട് കൊടുക്കാനേ, എന്നാലേ അത് നല്ല ഒരു ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. ചുറ്റിയിട്ട് ഇത് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. കെട്ടിട്ട് വെച്ചില്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും കേട്ടോ. അതുകൊണ്ടാണ്. അത് തന്നെയല്ല ഒരു ഭംഗി കാണണമെങ്കിലും 2 സൈഡും നല്ല ക്ലിയർ ആയിട്ടിരിക്കണ്ടേ. ഇനി നമുക്ക് മെയിൻ പോയിന്റിലേക്ക് എടുക്കാം. അതായത് നമ്മളിവിടെ ഓപ്പണിങ് ഇട്ടായിരുന്നല്ലോ നേരത്തെ, കണ്ടില്ലേ? ആ ഓപ്പണിങ്ങിലേക്ക് അറിയാത്ത കൂട്ടുകാർക്കായിട്ടാണ്. ഇത് ഫൈബർ പഞ്ഞിയാണിത്, ഫൈബർ കോട്ടണ്. ഇത് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ഏതാണ്ട് വലിയൊരു ബാഗിന് 600-650 രൂപ റേഞ്ചാണ് വരുന്നത് കേട്ടോ. ഈ ഫൈബർ പഞ്ഞി നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ ഇട്ട് കൊടുക്കണം, അല്ലേത്തേക്ക് നല്ലൊരു ബോൾ ഷേപ്പ് വരണ്ടേ നമുക്ക്. അതിന് വേണ്ടി നമുക്ക് അതിൻ്റെ ആ ഫിനിഷിംഗ് ആയിട്ട് വെക്കണമെങ്കിൽ ഇച്ചിരി ഇട്ട് കൊടുക്കണം. ഏകദേശം ആയിട്ടുണ്ട്, നന്നായിട്ട് ആയിട്ടുണ്ട്. കണ്ടോ അപ്പോൾ നല്ല രീതിയിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ചെറുതായിട്ട് കുത്തിപ്പിടിപ്പിക്കണം. ഈ അടിവശം ബ്ലോക്കായിട്ട് നിൽക്കുന്നതല്ലേ, ബ്ലോക്കായിട്ടിരിക്കണ്ടേ. നമുക്ക് ചെറിയ രീതിയിലൊന്ന് കുത്തിപ്പിടിച്ചേക്കാം സൂചി വെച്ച്. പഞ്ഞിയൊക്കെ സൂചിയുടെ ചെവിട് കൊണ്ട് ഇങ്ങനെ പഞ്ഞിയൊക്കെ അകത്തോട്ടാക്കിയിട്ട് വേണം നല്ല വൃത്തിക്ക് ഇത് തയ്ച്ചെടുക്കാൻ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ തയ്ച്ചിട്ട് കെട്ടിട്ട് കൊടുക്കണം അടിവശത്തെ. അപ്പം നമ്മളത് തയ്ച്ച് കഴിഞ്ഞു. ഇപ്പം നോക്കി ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കണ്ടോ. ഇതാണ്. ഇനി ഇവിടെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ബീഡ്സ് വെച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചെറിയ എന്തെങ്കിലും ഗ്ലാസ്സോ എന്തെങ്കിലും നല്ല ബീഡ്സ് നിങ്ങളുടെ ഐഡിയാപരമായിട്ട് എന്താണോ ചെയ്യുന്നത് അതൊക്കെ വെച്ച് ഈ 2 സൈഡിലും വെച്ച് കെട്ട് ക്ലിയർ ആക്കാം. പക്ഷെ ഞാനിവിടെ ഇപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റില്ലേ അതിൻ്റെ ഒരു ശകലം വെച്ചിട്ട് ഇതിങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. 2 സൈഡും കെട്ടിക്കൊടുക്കുകയാണ്. എനിക്കതാണ് ഇഷ്ടം, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം കുട്ടിയുടെ തലയിരിക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ വലിയവർക്കാണെങ്കിലും ക്ലിപ്പായിട്ടിടാനായിട്ട് അത് നല്ലതാണ്. അപ്പോൾ അത് രണ്ടുമാണ് ഞാനിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കണ്ടോ.
ഇനി ഇതിന് നമുക്ക് ഇതുപോലെ സെൻറ്റർ ക്ലിപ്പ് എടുത്തിട്ട് അതിൻ്റെ ഈ നടുക്കത്തെ പിന്നില്ലേ അതങ്ങ് മാറ്റണം കേട്ടോ. എന്നിട്ട് വേണം ഇത് നടുവിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. സെൻറ്ററിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് ഇതായിട്ട് വെച്ച് കൊടുക്കാം. കണ്ടല്ലോ. ഇനി നമുക്കിവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ഇത് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ ക്ലിപ്പിന് അടിവശത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നത് നമ്മുടെ ചുരിദാറിനൊക്കെ വെക്കുന്ന സ്റ്റിഫില്ലേ, അത്രയും സ്റ്റിഫ് മേടിക്കുമ്പം അതിൻ്റെ ബാലൻസൊക്കെ വരുന്ന പീസ് വെച്ചാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് റൗണ്ട് എടുത്ത് ഒട്ടിക്കുന്നത്. അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ എല്ലാ ക്ലിപ്പിനും ഹെയർ ബോസിനും എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ഇത് നമ്മൾ റൗണ്ട് വെച്ച് നോക്കുക. വലിപ്പമാണെങ്കിൽ ഇച്ചിരി കൂടെ കട്ട് ചെയ്ത് കളയണം. ഇതിപ്പോൾ വലിപ്പമാണ്, ഇച്ചിരി കൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ നിങ്ങളൊരു കോയിൻ വെച്ചിട്ടോ അല്ലെങ്കിൽ കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടോ ഒക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിങ്ങനെ കോണ് മടക്കി ചെയ്യുന്നതെന്നു വെച്ചാൽ എനിക്കതാണ് എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ അറിയാവുന്ന കൂട്ടുകാരെ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ ഇത് വെച്ച് കൊടുക്കുക. അല്ല വൃത്തിയായിട്ട് അവിടെ ഇരുന്നു. ഇത് നമുക്കിനി പിന്നെ അങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കാം. കണ്ടോ, ഇത് നല്ല വൃത്തിയായിട്ട് ഇവിടെ ഇരുന്നോളൂ. നല്ല സൂപ്പർ ക്ലിപ്പായില്ലേ, നോക്കിക്കേ. ഇത് തലയിലിടുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഈ മുടിയൊക്കെ ഒരുപാടുള്ള കുട്ടികൾക്ക് ഇതിട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് ഈ ക്ലിപ്പ് കാണാനായിട്ട്, പ്രത്യേകിച്ച് കോളേജ് സ്റ്റുഡൻസൊക്കെ ആയിട്ടുള്ളവർക്ക്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ക്ലിപ്പ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ബാൻഡ്, ഇത് വെച്ച് തന്നെ നമുക്ക് ബാൻഡ് ചെയ്യാനും പറ്റും. ഹെയർ ബാൻഡുകളിലെ അത് ചെയ്യാൻ പറ്റും. കണ്ട. പിന്നെ അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. ചെറിയ ക്ലിപ്പ് ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിൻ്റേതായ ചെറിയ രീതിയിലുള്ള അളവോടെ എടുക്കുക. ഇതിപ്പം വലിയ ഹെയർ ക്ലിപ്സ്, വലിയ ക്ലിപ്സിനുള്ള അളവാണ് ഞാനീ പറഞ്ഞത്. ചെറിയ ക്ലിപ്പ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഈ 5 വീതി എന്നുള്ളത് ഒരു 3 വീതി എടുക്കുക, ഒരു 3-3.5 എടുക്കുക, എന്നിട്ടൊരു 4.5 നീളം എടുക്കുക. അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് ഈ ക്ലിപ്പ്. നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ഹെയർ ക്ലിപ്പ് മാത്രമല്ല, ഇതുപോലുള്ള നല്ല ഹെയർ ബോസിന് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതുകൊണ്ട് തന്നെ അലിഗേറ്റർ ക്ലിപ്പും ചെയ്യാം. ഇത് ഹെയർ ബോ എടുക്കാം, ഹെയർ ക്ലിപ്പ് ചെയ്യാം, ഹെയർ ബാൻഡ് ചെയ്യാം, അലിഗേറ്റർ ക്ലിപ്സുകൾ ഉണ്ടാക്കാം. അങ്ങനെ എല്ലാം ഈ ഒറ്റ ഒരു ഇത് ഉണ്ടാക്കിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കൂട്ടുകാരെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും തന്നെ മടി കാണിക്കല്ലേ. അതുതന്നെയല്ല, ഇനി നമുക്ക് നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ ബായ്. ഓക്കേ.